ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥനിതം തം സജീവം സാത്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശൃണ്വതാം സ്വപദാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹ്യഭദ്രാണി വിഘ്നോതി സുഹൃത്സദാം. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ പുത്രേ ശ്രീമതേ മഹാവിഷ്ണുഗോസ്വാമിനി നാമിനി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ പുത്രേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി. നമസ്തേ സരസ്വതേ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തിശക്തികം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. അതോടൊപ്പം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മള് 15-ാമത്തെ അധ്യായം 1:15 30-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 15-ാമത്തെ അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആ അധ്യായം എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് പാണ്ഡവർ റിട്ടയർ ചെയ്തു പോകുന്നു എന്ന് കാണിക്കുന്ന അധ്യായമാണെന്ന് നമുക്കറിയാം. പിന്നെ അർജുനൻ എന്താണ് ചെയ്യുന്നത്, അർജുനൻ എന്തെല്ലാം കാര്യങ്ങളാണോ ഇന്റിമേറ്റ് ആയിട്ട് എത്രമാത്രം ഭഗവാൻ അർജുനനോട് പെരുമാറിയിട്ടുണ്ട്, അർജുനനും കൃഷ്ണനും എങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത്, അതൊക്കെ റീകോൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. പിന്നെ അവരുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം തന്നെ മനസ്സ് വളരെ കൃഷ്ണനെ കുറിച്ച് ഓർത്ത് ഒന്നുമില്ലാത്ത മനസ്സിൽ ഒന്നുമില്ലാത്ത ഒരു ഭാവത്തിലേക്ക് അദ്ദേഹം എത്തി എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് ഭഗവാൻ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഭഗവത്ഗീത മുഴുവനും അർജുനൻ ഇരിക്കുമ്പോൾ അർജുനന് പറഞ്ഞു കൊടുത്തതാണ്. അതിനെ കുറിച്ച് ഓർത്തു. അതുപോലെ ഒരു ട്രാൻസെൻഡൻസിലായി പോയി അദ്ദേഹം എന്ന് നമ്മൾ കണ്ടു. പിന്നീട് ഇപ്പം നമ്മള് മഹാരാജ യുധിഷ്ഠിരൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. അങ്ങനെ 30-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഹരേ കൃഷ്ണ. നമ്മളെ 29-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? ഭഗവാന്റെ നിരന്തര ഭഗവത്
പാദാംബുജത്തെ ഭഗവാന്റെ പാദാംബുജത്തിൽ നിരന്തരമായ സ്മരണം വരുമ്പോഴേ അത് ഭക്തി അർജുനന്റെ ഭക്തിയെ അതിവേഗം വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അങ്ങനെ ഭക്തി കൂടിക്കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോഴും വാസുദേവാംഗ്രി അനുധ്യാന പരിബ്രംഹിത ചംഹസ, ആ പാദപത്മങ്ങളെ കുറിച്ച് ഓർക്കുകയും പാദപത്മങ്ങളിൽ അഭയം തേടുന്ന അവസരത്തിലെ എന്താണ് സംഭവിക്കുന്നത്, ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ചിട്ട് അപ്പോൾ ഭക്തി വർദ്ധിക്കുമെന്നിവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മളെ കണ്ടത്. അപ്പൊ അങ്ങനെ ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിചാരങ്ങളിൽ ഉണ്ടായിരുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണോ, അതുവരെയും അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചാൽ ഭഗവാനോട് ഇങ്ങനെ പെരുമാറിയല്ലോ, അല്ലെങ്കിൽ ഭഗവാനെ എനിക്ക് നഷ്ടമായല്ലോ, അല്ലെങ്കിൽ എനിക്കിപ്പോ ഭഗവാൻ എൻ്റെ കൂടെ ഇല്ലല്ലോ, എന്തെല്ലാം കാര്യങ്ങളാണ് ഭഗവാൻ എനിക്ക് ചെയ്തു തന്നത്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് മനസ്സിനെ വേവലാതിപ്പെടുത്തിക്കൊണ്ടിരുന്ന അർജുനൻ ഇപ്പോൾ അതെല്ലാം മാറി ആ ഭഗവാന്റെ പാദപത്മങ്ങളിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും അതെല്ലാം മാറിയിട്ട് അദ്ദേഹം എന്താണ്, തൻ്റെ വിചാരങ്ങളിലെ എല്ലാ കുഴപ്പങ്ങളും മാറ്റിയിട്ട് അപ്പോഴേക്കും അദ്ദേഹത്തിൽ ശരിയായിട്ടുള്ള ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അദ്ദേഹത്തിന്റെ ആ സ്മരണയ്ക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അവിടെ അദ്ദേഹം വളരെ സംതൃപ്തനായി, എന്നാൽ കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഓർത്തുകൊണ്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു ഇതിൽ അദ്ദേഹം എത്തിച്ചേർന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമ്മൾക്ക് 30ാമത്തെ ശ്ലോകം വായിക്കാം. ഗീതം ഭഗവതാജ്ഞാനം യത്തത് സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യഗമത് പ്രഭുഃ. ഗീതം ഭഗവതാജ്ഞാനം യത്തത് സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യഗമത് പ്രഭുഃ. ഗീതം ഭഗവതാ ജ്ഞാനം യത് തത് സംഗ്രാമം മൂർധനി. അമൂർധനി ഒന്നിച്ച് ചേർത്താണത് എടുക്കേണ്ടത്. സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുദ്ധം, അതും അതുപോലെയാണ്. കാലകർമ്മ ഒന്നിച്ചെടുക്കണം. തമോരുദ്ധം, തമഹ പ്ലസ് രുദ്ധമാണ്, പക്ഷെ നമ്മൾ തമോരുദ്ധം. പുനഃ അത്യഗമത്, അതാണ് പുനരധ്യ, അവിടെ വിസർഗം വരികയാണ്. പുനരധ്യഗമത് പ്രഭുഃ, അതാണ്. ഇത്രയും വാക്കുകളാണ് അവിടെ ഉള്ളത്. ഗീതം ഭഗവതാജ്ഞാനം യത്തത് സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യഗമത് പ്രഭുഃ. അപ്പഴേ ഗീതം നമുക്കെല്ലാം അറിയാം. ഇവിടെ ഭഗവാന്റെ ഗീതം എന്ന് പറയുമ്പോൾ ഭഗവാൻ പാടിയതാണ്, ഭഗവാന്റെ ഗീതം എന്നാണ് നമ്മൾ ഭഗവത്ഗീതയെ പറയുന്നത്. പക്ഷെ ഇവിടെ ഗീതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടവ, ഭഗവാൻ പറഞ്ഞവ, ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തവ, ഭഗവാൻ നിർദ്ദേശിച്ചു തന്നവ എന്നൊക്കെ പറയാം. ഗീതം ഭഗവത എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വൃത്തി വായിച്ചു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാൽ, ഭഗവത. അവിടെ എന്താണ് ആ ഒരു ഗ്രാമർ മാറുകയാണ്. ഭഗവത, ഭഗവം, ഭഗവത, ഭഗവതഃ, ഭഗവത എന്ന് പറയും. ഇവിടെ ഭഗവത. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമായ അറിവ്. യത്ത് തത് എന്ന് പറഞ്ഞിരിക്കും. യത്ത് എന്ന് വെച്ചാൽ ഏത്, തതെന്ന് വെച്ചാൽ അത്, ഏതാണോ അത്, അതാണ് യത്തത്. സംഗ്രാമമൂർധനി, സംഗ്രാമത്തിന്റെ മധ്യേ. സംഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധമധ്യേ. കാലകർമ്മ, കാലവും കർമ്മവും. തമോരുദ്ധം, തമഹ പ്ലസ് രുദ്ധം, അവിടെ അങ്ങനെ അന്ധകാര, തമഹ കൊണ്ട് തമഹ എന്ന് പറഞ്ഞാൽ അന്ധകാരം, ഇരുട്ട്, അന്ധകാരത്താൽ പൊതിഞ്ഞു. പുനരധ്യഗമത്, പുനഃ പ്ലസ് അധ്യഗമത്, അവയെല്ലാം പുനരുദ്ധരിച്ചു, വീണ്ടും ഒന്നുകൂടി മാറ്റിയെടുത്തു. പ്രഭു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ, ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഗീതം ഭഗവതാജ്ഞാനം, ഭഗവാൻ ആയ പരമദിവ്യോത്തമ പുരുഷൻ നിർദ്ദേശിച്ച ആ അതീന്ദ്രിയ ജ്ഞാനം എവിടെ വെച്ച്? തത്, അതേതാണോ അത്, ഈ സംഗ്രാമമൂർധനി, ഈ യുദ്ധത്തിന്റെ മധ്യത്തിൽ വെച്ച് കാലകർമ്മങ്ങൾക്കനുസരിച്ച് ആ ഒരു അന്ധകാരം പൊതിഞ്ഞിരുന്ന ആ സമയത്ത് ആ നടന്ന കാര്യങ്ങൾ അവയെല്ലാം പുനരുദ്ധരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു എന്നാണ്. അപ്പം ഭഗവാന്റെ ലീലകളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ അസാന്നിധ്യവും അർജുനനെ
എങ്ങനെയാക്കി മാറ്റി എന്ന് നമുക്ക് ഇതിന്റെ വിവർത്തനം നോക്കാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്. ഭഗവാന്റെ ലീലകളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ അസാന്നിധ്യവും അർജുനനെ പരമദിവ്യോത്തമ പുരുഷൻ ഉപദേശിച്ച ഭഗവത് നിർദ്ദേശങ്ങൾ വിസ്മരിക്കപ്പെട്ടവനോ പോലെ തോന്നിച്ചു എങ്കിലും യഥാർത്ഥ സ്ഥിതി അതായിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ അധിപനായി തീർന്നു. അഥവാ അർജുനൻ ഇന്ദ്രിയങ്ങളെ പുനരുദ്ധരിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട ശ്ലോകങ്ങളിൽ കുറച്ച് ഭാഗത്ത് അർജുനൻ വളരെ വിഷണ്ണനായി കാണപ്പെട്ടു. കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മനസ്സിൽ കൂടി ഇങ്ങനെ ഓടി ഒളിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. കൃഷ്ണനോട് എന്തെല്ലാം അപരാധങ്ങളാണ് ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓർത്തോർത്ത് അപ്പൊ അങ്ങനെ എല്ലാം മറന്നു പോയല്ലോ. നമുക്ക് തോന്നും, അയ്യോ ഭഗവത്ഗീത കേട്ടിട്ട് നമ്മളെ കൊണ്ട് ശരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. ഒരു പ്രശ്നം വരുമ്പോൾ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീത പഠിക്കുന്നതുകൊണ്ടുള്ള പ്രധാന ഉദ്ദേശം. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാം ജീവിതത്തിൽ, ആ ജീവിതത്തിൽ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തിക്കുക. നമ്മൾ എടുത്തുചാട്ടത്തോടുകൂടി പലതും ചെയ്തെന്നിരിക്കും. ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയണമെന്നാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ നമുക്ക് കഴിയും, അർത്ഥം ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷെ അതുകൊണ്ടായില്ല. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ നമുക്കതിനെ അവിടെ പെരുമാറാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഭഗവത്ഗീത എടുക്കുന്നത് കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെ പരമപുരുഷനായ ഭഗവാൻ ഉപദേശിച്ച ആ നിർദ്ദേശങ്ങളൊക്കെ മറന്നുപോയോ ഈ അർജുനൻ എന്ന് നമുക്ക് തോന്നുമായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം അതിൽ നിന്നെല്ലാം മാറി സ്വന്തം ഇന്ദ്രിയങ്ങളെ എന്ത് ചെയ്തു? അതെല്ലാം ഇന്ദ്രിയങ്ങളുടെ അധീനനായി അദ്ദേഹം മാറുകയാണ് ചെയ്തത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്ന ഒരു ബദ്ധാത്മാവിനെ കുറിച്ചാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ കർമ്മഫലങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോ ബദ്ധാത്മാക്കളും. അപ്പം പക്ഷേ നമുക്കറിയാം ഭഗവാൻ ഇവിടെ വരുമ്പോ കണ്ടാൽ ആര് പറയുന്നു? കുന്തിദേവി പറയുന്നത് പോലെ നമുക്ക് കണ്ടാൽ ഈ പ്രപഞ്ചത്തിലെ രണ്ട് കുട്ടികൾ ഓടി നടക്കുന്നത് പോലെ തോന്നുമെങ്കിൽ പോലും അവരൊന്നും എന്താണ് ഈ കാലകർമ്മ അവയ്ക്കൊന്നും ഭൂതം വർത്തമാനം ഭാവി ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. നമ്മൾക്കിലെയാണ് ഇതെല്ലാം ബാധിക്കുന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കണം. അതുപോലെ ഭഗവാന്റെ കർമ്മങ്ങളൊക്കെയും അനശ്വരങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഭഗവാൻ ഇവിടെ വന്നപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെയും ഒരു സാധാരണ കുട്ടി ചെയ്യുന്നത് പോലെ തോന്നുമായിരുന്നു ചിലപ്പോഴൊക്കെ. നമുക്ക് ആദ്യം വൃന്ദാവനത്തിൽ വെച്ച് ഒരുപാട് അസുരന്മാരെ വധിച്ചപ്പോഴല്ല, അല്ലാതെയുള്ള അവസരങ്ങളിൽ ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് പോലെ തോന്നിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവയൊക്കെ എന്താണ്? അദ്ദേഹത്തിന്റെ ആന്തരികമായിട്ടുള്ള ആന്തരിക ശക്തി, അതാണ് ആത്മമായ എന്ന് പറയുന്നത്. അവയുടെ ആവിഷ്കാരങ്ങളായിരുന്നു എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഭഗവാനെ തിരിച്ചറിയാൻ വളരെ കുറച്ചു പേർക്ക് മാത്രമേ, ഭഗവാനാണ് എന്ന് മനസ്സിലാക്കാൻ തന്നെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. വളരെ അപൂർവം ചിലർ, എല്ലാവരും ഭഗവാനെ കണ്ടു. ആരുമില്ല കാണാത്തവരായിട്ട്. ആ സമയത്ത് ജീവിച്ചിരുന്നവർക്കെല്ലാം ഭഗവാനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷേ അതുകൊണ്ട് എന്ത് ഫലം? ഭഗവാനെ മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിഞ്ഞു? ഭഗവാനാണെന്ന് അറിയാൻ എത്ര പേർക്ക് കഴിഞ്ഞു? ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കണം. നമ്മുടെയും ഒരു സ്ഥിതിയാണ്. ഭഗവത്ഗീതയിൽ ശ്ലോകങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു. പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ഈ ഭഗവത്ഗീതയും കൊണ്ട് നമുക്ക് കാണാതറിയുകയും ചെയ്യാം. പക്ഷേ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ എത്ര പേർക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ അതിൽ നിന്ന് എടുക്കണമെന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ ശ്രീല പ്രഭുപാദിന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഭഗവാൻ തന്റെ ശാശ്വത മിത്രമായ അർജുനനുമായി യോജിച്ച് പ്രവർത്തിച്ച് തന്റെ അവതാര ദൗത്യം നിർവഹിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഭഗവാൻ ഇവിടെ വന്നപ്പോൾ ഭഗവാൻ ഉണ്ടായിരുന്ന എന്താണ്? അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തെ രക്ഷിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചിട്ട് ഭഗവാൻ ഇവിടെ നിന്ന് പോകണമായിരുന്നു. അപ്പൊ അത് നമ്മള് ഭഗവത്ഗീതയിൽ ഇഷ്ടംപോലെ പ്രാവശ്യം ഇപ്പം വായിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു ദൗത്യം നിർവഹിച്ചിട്ട് ഭഗവാൻ ഇവിടുന്ന് പോകാനാണ് ശ്രമിച്ചത് എന്ന് അർജുനൻ ഇപ്പോൾ ഓർക്കുന്നു. അർജുനൻ പല കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഭഗവാൻ എന്തെല്ലാമാണ് നമുക്ക് പറഞ്ഞു തന്നുള്ളത് എന്നുള്ളത് ഭഗവത്ഗീതയിൽ ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നു. ഭഗവാനെ എങ്ങനെ കാണാം, എങ്ങനെ കേൾക്കാം, നമ്മൾ എവിടെ കണ്ടു? അതൊക്കെ ആരാണ്? നാരദര്
വ്യാസദേവന് കൊടുത്ത ഉപദേശങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വ്യാസദേവന് നാരദര് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ നാരദര് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെയും ആ വ്യാസദേവൻ എങ്ങനെയാണ് സ്വീകരിച്ചത്, വ്യാസദേവൻ പിന്നീട് എന്താണ് ചെയ്തത്, അതെങ്ങനെയാ ഒരു വലിയ ഏറ്റവും മഹത്തായ ഒരു ഗ്രന്ഥം നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നതിന് കാരണമായത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ വായിച്ചതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ് കുറച്ചു പേരെങ്കിലും. അങ്ങനെ ഭഗവാൻ ഭഗവത്ഗീതയിൽ മന്മനാ ഭവമദ്ഭക്തോ മത്യാജീമാം നമസ്കുരു മമേ വൈഷ്യസി സത്യന്തേ പ്രതിജാനേ പ്രിയോസിനെ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഭഗവത്ഗീതയിൽ 2 പ്രാവശ്യം അല്പം വ്യത്യാസത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 1865 പറഞ്ഞു തന്നിട്ടുണ്ട്, 9:35 പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ സെയിം ശ്ലോകമാണ് 2 പ്രാവശ്യം ഒരേപോലെ പറഞ്ഞിരിക്കുന്നത്. മന്മനാ ഭവമദ്ഭക്തോ മത്യാജീമാം നമസ്കുരു, എന്റെ ഭക്തനാകുക, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ സ്മരിക്കുക, ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കരുതേ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഭഗവാന്റെ ഭക്തനാകുക, മന്മന എന്നെ സ്മരിക്കുക, ഭവമദ്ഭക്തോ എന്റെ ഭക്തനാകുക, മത്യാജീമാം നമസ്കുരു എന്നെ പിന്നെ എന്ത് ചെയ്യണം, ആരാധിക്കണം, എന്നെ പ്രണമിക്കുകയും ചെയ്യണം. ഇതാണ്. അപ്പൊ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. മമേ വൈഷ്യസി സത്യം ദേ പ്രതിജാനേ പ്രിയോസിനി. അങ്ങനെ ജീവിക്കുന്ന ഒരുവൻ അപ്പൊ എങ്ങനെയാണ് സ്മരിക്കേണ്ടത്, എങ്ങനെയാണ് എങ്ങനെയാണ് മറക്കാതിരിക്കേണ്ടത്, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ പ്രണമിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഇത് ഒരു ഭഗവാൻ തന്നിരിക്കുന്ന ഒരിതാണ്. മറ്റേ 9:35 എന്താണ് പറഞ്ഞേക്കുന്നത്, മന്മനാ ഭക്തോ മത്യാജീമാം നമസ്കുരു, അതും അവിടെ തന്നെ പറഞ്ഞു. മാമേ വൈഷ്യസി സത്യന്തേ, പിന്നെന്താണെന്ന് ഇവിടെ പറഞ്ഞത്, പ്രതിജാനേ പ്രിയോസിമേ എന്ന് പറഞ്ഞെങ്കില് മറ്റിടത്ത് എന്ത് പറഞ്ഞത്, അവിടെ പറഞ്ഞതെന്ന് എന്താണ്, ആ വഴി തന്നെ സ്വീകരിച്ചു പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു അല്പം വ്യത്യാസം പറഞ്ഞ്, അങ്ങനെ ആ വരുന്ന ഭഗവത് പാദാംബുജങ്ങളെ അഭയം പ്രാപിച്ചാൽ അനുഗ്രഹീതനായിത്തീരുന്നു, അങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു 9. അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം 2 ശ്ലോകങ്ങളാണ് തോന്നുന്നു നമുക്ക്. വേറൊരു ശ്ലോകം ഇതുപോലെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മൊത്തമില്ല, ഹാഫ് വെച്ചിട്ടേ ഉള്ളൂ. ഏതാണത്, ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ സ്വകർമ്മ വിഗുണഃ, എന്താണ്, പരധർമ്മ സുനിഷ്ഠിത, മറ്റുള്ളവരുടെ കർമ്മം ചെയ്യാൻ പോകരുത്, അത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അറിഞ്ഞുകൂടായെങ്കിൽ പോലും നമ്മുടെ കർമ്മം ചെയ്ത് നമ്മൾ ആദ്യമേ എന്താകണം, ഉയർന്നു വരണം എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ, പിന്നെന്താ, പരധർമ്മ സുനിഷ്ഠിത സ്വധർമ്മേ നിധം ശ്രേയ. അവിടെ അങ്ങനെ പറഞ്ഞെങ്കിൽ അല്പം വ്യത്യാസം വരുത്തിയിട്ട് ഭഗവാൻ പറഞ്ഞു തന്നു. മറ്റേ ഇടത്തേക്ക് 18-ാം അധ്യായത്തിലേക്ക് പോയപ്പോഴത്തേക്ക് 3:35 സ്വധർമ്മോ വിഗുണഃ പരധർമ്മ സുനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ എന്ന് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അല്പം മാറ്റം വരുത്തി, ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മ സുനിഷ്ഠിത സ്വഭാവ നിയമം കുർവന്നാപ്നോതി കിൽബിഷം അല്ലെ, കുർവന്നാപ്നോതി കിൽബിഷം. അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഒരേ കാര്യങ്ങളാണ് 2 പറഞ്ഞത്. അതിൽ നിന്നുണ്ടാകുന്ന ആ മാറ്റങ്ങളെ കുറിച്ച് അല്പം മാറി എന്നേ ഉള്ളൂ. ഇങ്ങനെ 2 ശ്ലോകങ്ങൾ, അതും പ്രധാനമായിട്ട് ഇതാണ് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3:35-ലും 18:47-ലും ഭഗവാൻ ആ ശ്ലോകം 2 പ്രാവശ്യം പറഞ്ഞു. ഇവിടെ 18:65-ലും 9:34-ലും പറഞ്ഞു തന്നു. എന്താണ്, നമ്മളെ ശുദ്ധ ഭക്തനാകുക, സ്മരിക്കുക, പ്രവർത്തിക്കുക, ധ്യാനി ആകേണ്ടതില്ല, ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൃഷ്ണനുമായി താരതമ്യപ്പെടുത്തി നമ്മൾ ചെയ്യാൻ നോക്കുക. കൃഷ്ണനെ അതുപോലെ അനുകരിക്കാനല്ല, ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ കൃഷ്ണസ്മരണയിൽ ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് കൃഷ്ണസ്മരണ മറക്കാതെ എപ്പോഴും ആ ഓർമ്മയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാരാണ് കൃഷ്ണസ്മരണയിൽ എപ്പോഴും ജീവിച്ചത്? ആരാണ്? ഒരിക്കലും ആ കൃഷ്ണസ്മരണയിൽ നിന്ന് പോകാതെ ജീവിച്ചതാരാ? പറയാമോ ആർക്കെങ്കിലും? ഉദ്ധവരൊരിക്കലും അറിയില്ല, എപ്പോഴും കൃഷ്ണന്റെ ആ സ്മരണയിൽ തന്നെ ആയിരുന്നു. പിന്നെ ആരാണ്?
ആ രാധാറാണി മാത്രമാണോ? സുധാമാവ് സുധാമാവ് ോടൊപ്പം തന്നെ ആരുണ്ട്? ഏറ്റവും ആ സ്മരണം മുഴുവനും നിർത്തിപ്പോന്നത് ഗോപികമാര്. ആ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ അവിടെ നിന്ന് പോകുന്നു. എവിടേക്ക് പോകുന്നു? വൃന്ദാവനം വിട്ടിട്ട് മധുരയിലേക്ക് പോകുന്ന സമയത്ത് ഒരാശ കൊടുത്തു. എന്താണ്? ആയാസ്യേ. ആ ഒരു വാക്കാണ് അയാസ്യേ എന്ന് പറഞ്ഞു. എന്തുവാ അതിന്റെ അർത്ഥം? ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. 10:30, 39, 35 ശ്ലോകം. 10, 39, 35. അയാസ്യേ എന്ന് ഞാൻ പറഞ്ഞു. അയാസ്യേ, ഞാൻ മടങ്ങി വരും. ആ ഒരു വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടിയാരെ ഗോപികമാര്. അവിടെ ഇപ്പം മാതാജി പറഞ്ഞതൊക്കെ ശരിയാണ്. സുധാമാവും അങ്ങനെ തന്നെയാണ്. രാധാറാണി ഗോപികമാരുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഉദ്ധവരും അത് തന്നെയാണ്. പക്ഷേ ഇതിലെല്ലാം പരിശുദ്ധമായിട്ട് മറ്റൊന്നും ഉദ്ധവർക്ക് നോളജ് ഉണ്ട്. പക്ഷെ ഇവർക്ക് ഒന്നും വേണ്ട. അയാസി എന്ന ഒറ്റ വാക്ക് മതി. അത് വെച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ പിന്നെ നന്ദഗോപര് മധുരയിൽ വെച്ച് എന്ത് ചെയ്തു? കൃഷ്ണൻ കംസനെയൊക്കെ വധിച്ചു. കംസന്റെ ആൾക്കാരെ എല്ലാം വധിച്ചു. ഇനിയും എന്താണ്? തന്റെ അമ്മയെയും അച്ഛനെയും രക്ഷിച്ചിട്ട് എന്താണ് ജയിലിൽ നിന്ന് കൊണ്ടുവന്നു. ഉഗ്രസേന മഹാരാജാവിനെ രാജാവാക്കി രാഴിച്ചു എന്ന് കുട്ടി ചെയ്യും. 11 വയസ്സുള്ള കുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് ഓർത്തോണം. അത് നമ്മൾ കാണുമ്പോൾ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നന്ദഗോപർ അവിടെ നിൽക്കുകയാണ്. പോകാൻ തയ്യാറായി. ഗോപന്മാരെല്ലാം കൂട്ടുകാരെല്ലാം ഉണ്ട്. നന്ദഗോപരും ഉണ്ട്. പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ചെന്ന് കൃഷ്ണൻ നന്ദഗോപരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വരികയാണ്. ഇവരുമെല്ലാമായിട്ട് ഇപ്പൊ തിരിച്ചു പോകണം, ഞാൻ വന്ന് കണ്ടുകൊള്ളാം എന്ന് പറയാണ്. അപ്പൊ എത്രമാത്രം നമ്മൾക്ക് ഇപ്പോഴും ആ രംഗം നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ കരഞ്ഞു പോകും. അത്രമാത്രം ഇതായിട്ടാണ് അവിടെ ചെന്നിട്ട് അച്ഛനെ ഇത്രകാലവും തന്റെ വായിലേക്ക് വാരി കൊടുത്ത് വളർത്തിയെടുത്ത ആ അച്ഛനെയാണ് യാത്ര വിടുന്നത്. അത്രമാത്രം സ്നേഹത്തോടു കൂടി യാത്ര അയക്കുകയാണ്. അപ്പൊ പറയുന്നു. അപ്പൊ നന്ദഗോപർക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഒരു വാക്കുപോലും നന്ദഗോപരോ കൂട്ടുകാരോ പറയുന്നില്ല. നിങ്ങൾ ഇപ്പൊ പോകൂ, എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി നടത്താനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് കൂടി അവിടെ പറയുന്നുണ്ട്. ദൃഷ്ടും യശ്യാമ, ദൃഷ്ടും യശ്യാമ എന്ന് പറയുന്നുണ്ട്. ദൃഷ്ടും യശ്യാമ എന്ന് പറഞ്ഞാൽ അമ്മയെയും അതുപോലെ അച്ഛനെയും അതുപോലെ ബാക്കിയുള്ള എല്ലാവരെയും കാണാൻ ഞാൻ വരും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ രണ്ടിടത്ത് ഭഗവാൻ ഇത് പറഞ്ഞു. ഒരിടത്ത് അയാസിയെ പറഞ്ഞു, ഒരിടത്ത് ദൃഷ്ടം യസ്യാമ പറഞ്ഞു. അത് 10:45, 23 തോന്നുന്നു. 10:45, 23. അപ്പൊ അങ്ങനെ അത് രണ്ടും പറഞ്ഞിട്ട് അപ്പം കൃഷ്ണന്റെ പ്രിയമിത്രങ്ങളെ യാത്ര അയക്കുന്നു. കൃഷ്ണന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തന്റെ അച്ഛനെ യാത്ര അയക്കുക. ആ സമയത്ത് പറഞ്ഞ വാക്കാണ് ദൃഷ്ടം യേശ്യാമ, അങ്ങയെയും അമ്മയെയും കാണാൻ വരും, ഇപ്പൊ തൽക്കാലം ഒന്ന് പൊക്കോളൂ. എന്തുകൊണ്ടാണ് ഭഗവാനെ ഒരുപക്ഷെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നേടി എന്തുകൊണ്ട് അവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചില്ല? ആർക്കെങ്കിലും പറയാമോ? ഒരുപക്ഷെ എന്നാ അവിടെ ഉള്ളവരെല്ലാം അച്ഛനെയും അമ്മയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്തുകൊണ്ട് എന്ന് വിചാരിച്ചില്ല? ഭഗവാൻ വാസുദേവരാണ്. പോകുന്നത് കൃഷ്ണനല്ല, വാസുദേവനാണ്. കൃഷ്ണനാണ് വൃന്ദാവനത്തിലുള്ളത്. കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് തിരിച്ച് അക്രൂരഘട്ടിൽ വെച്ച് തന്നെ തിരിച്ചങ്ങ് പോയി. ഇവിടെ വാസുദേവരാണ് ഉള്ളത്. ഒരു കാരണം. പിന്നെന്ത് പറയാം നമുക്ക്? ഒരു കാര്യം ഓർത്താൽ, വൃന്ദാവനത്തിൽ വെച്ച് തന്റെ ഉണ്ണിയായിട്ട് തന്റെ ഏറ്റവും പ്രിയ സന്താനമായിട്ട് എടുത്തിട്ട് വളർത്തി അതുപോലെ തന്നെ അല്ലെന്ന് അവർക്ക് ഒരു വിചാരവും ഇല്ല. യശോദയ്ക്ക് താൻ പ്രസവിച്ചതല്ലെന്ന് അറിയില്ല. അത്രമാത്രം കാര്യമായിട്ട് വളർത്തിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന അത്ര സ്നേഹത്തോടു കൂടി, അതിൽ കൂടുതൽ ആരും ഒരു സ്നേഹം ഇല്ല, വഴിഞ്ഞൊടുങ്ങുന്ന സ്നേഹം. അപ്പൊ ആ ഭാവം ഇവിടെ ഈ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ കൊണ്ട് കാണിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഇനിയിപ്പോ എന്ത് ചെയ്യണം? വസുദേവരെയും ദേവകിയെയും അതുപോലെ ആ സ്നേഹത്തിൽ ആറാടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ കൊടുക്കേണ്ട സ്നേഹം ഇവിടെ കൊടുക്കണം, അവിടെ കൊടുക്കേണ്ട സ്നേഹം അത്രയും കൊടുത്തു. അപ്പൊ ഇവിടെ കൊണ്ടുവരുമ്പോൾ രണ്ടും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. നമ്മളെപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളും നമ്മൾ ഇതുപോലെ കൺഫ്യൂസ്ഡ് ആകാതെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ കാണിച്ചത്. കാരണം ഇവിടെ രണ്ടുപേരും കൂടെ വരുമ്പോൾ രണ്ടുമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. വാസുദേവൻ തത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നറിയാം. അതും കൃഷ്ണനിൽ നിന്ന് അന്യമല്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ബുദ്ധിസത്തമനായ ആരെ വിട്ടു?
അങ്ങോട്ട്. അപ്പം അവര് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് വിടുന്നത്. ആ ബുദ്ധിസത്തമനായ ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വരും എന്ന് വീണ്ടും അറിയിക്കുകയാണ്. പക്ഷേ അവിടെ എല്ലാം അദ്ദേഹം ആശ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? ആശയോടുകൂടി അവർ ജീവിക്കണം. അപ്പൊ ഭഗവാൻ എത്തും എന്നുള്ള ആശ ഉണ്ടാകുമ്പോൾ അവരുടെ ഓരോ പ്രവൃത്തികളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഉദ്ധവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഭഗവാനെ അവിടെ കാണുന്നത് എന്താണ്? ഭഗവാന്റെ അന്തരംഗശക്തിയായ സാധിനീ ശക്തിയുടെ സാക്ഷാത്കാരമായിട്ടാണ് ഗോപികമാരെ അവിടെ കാണുന്നത്. അപ്പൊ അവര് ആ ഒരു ഉദ്ധവരങ്ങ് എന്ത് ചെയ്തു പോയി? അതിശയിച്ചു പോയി. ഇങ്ങനെയും ഒരു ഇതോ എന്ന് ഗോപികമാരെ പോലെ ആർക്കെങ്കിലും ഉണ്ടോ? നമുക്കറിയാം വസുദേവരുടെ സഹോദരന്റെ പുത്രനാണ് ഉദ്ധവര്. അപ്പൊ അവിടെ വന്നിട്ട് നോഥവോ അഭി ന്യൂനം എന്നാണ് പറയുക. എന്ന് വെച്ചാൽ വസുദേവനിൽ നിന്ന് അന്യനല്ല യഥാർത്ഥത്തിൽ ഉദ്ധവൻ. എന്ന് വെച്ചാൽ ഏകദേശം ഒരുപോലെയാണ് അവരുടെ പ്രകൃതവും രൂപവും ആകൃതിയുമല്ല. അതുകൊണ്ട് അദ്ദേഹം പിന്നെ ഏറ്റവും വലിയ ഭക്തനാണ്, ബുദ്ധിസത്തമനാണ്. അവർക്ക് വേണ്ട രീതിയിൽ ഭഗവാന്റെ അന്തർഗതം അറിഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് പിന്നീട് ഉദ്ധവരെ വിടുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴേ അവിടെ അവരെ ഭഗവാന്റെ അന്തർഹിതം അറിഞ്ഞുകൊണ്ട് എങ്ങനെ ജീവിക്കുന്നു എന്ന് ഇവിടെ അറിയുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഉദ്ഗായതീനാം അരവിന്ദലോചനം പ്രജാങ്കനാനാം ദിവമസ്വനി രത്നശ്ച നിർമ്മമ സപ്തമിശ്രിതോ നിരസ്യതേനതിശോനമങ്കടം എന്ന് വെച്ചാൽ അവിടെ എന്താണ്? അവിടെ ചെന്നപ്പോഴേ കൃഷ്ണനെ ഓർത്തുകൊണ്ടുള്ള അവരുടെ എല്ലാ പ്രവർത്തികളും, നേരം വെളുത്താൽ വൈകോളമുള്ള പ്രവർത്തികളും, അതുപോലെ തൈര് കുടയുമ്പോൾ അവരുണ്ടാക്കുന്ന ആ ശബ്ദവും, അതുപോലെ കൃഷ്ണനെ വിളിച്ചുകൊണ്ടുള്ളവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം കണ്ടിട്ട് ഉദ്ധവരങ്ങ് അതിശയിച്ചു പോയി. ഒരു ഉന്മലതയായിട്ട് ഈ വൃന്ദാവനത്തിൽ എനിക്ക് കവടിക്കാൻ കഴിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി. അങ്ങനെ അപ്പോഴെന്താണ്? ഈ വൃന്ദാവനത്തിലെ ഗോപികമാര് ചവിട്ടുന്ന മണ്ണ് എന്റെ ദേഹത്ത് വീണുമായിരുന്നു. ഒരു ഉന്മലതയായിട്ട് ഇന്നും അവിടെ ഉണ്ടെന്നാണ്. അപ്പം ഉദ്ധവര് അത് ആഗ്രഹിച്ചു പോയി വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഭാവം കണ്ടിട്ട്. അങ്ങനെ ആ ഗോപികമാരാണ് ശരിക്കും അദ്ദേഹത്തെ പറഞ്ഞതുപോലെ ജീവിച്ചിരുന്ന ആൾക്കാരെന്ന്. അവിടെ ഇല്ല, ഭഗവാൻ ഇല്ല എന്നുള്ള, ഭഗവാൻ ഞങ്ങളുടെ കൂടില്ല എന്നുള്ളത്, ഭഗവാൻ തിരിച്ചു പോയെങ്കിലും ഭഗവാൻ പിന്നെ അവിടെ പ്രത്യക്ഷനാകുന്നില്ല. അപ്പം ഭഗവാൻ അവിടെ ഇല്ല എന്നവർ ചിന്തിക്കുന്നതേ ഇല്ല. ഭഗവാൻ പോയെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ ഭഗവാൻ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാവിലെ തൊട്ട് വൈകോളം അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അതുപോലെ തുടർന്നു പോന്നു എന്നാണ് പറയുന്നത്. അപ്പം ഭഗവാൻ ഭഗവത് ദൗത്യത്തിന് അനുസൃതമായി തന്റെ ജീവിതകർമ്മങ്ങളുടെ ഗതിവേഗം ക്രമീകരിച്ച് കാണിച്ചു തന്നു. അങ്ങനെ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഭഗവത് ഗീതോപദേശങ്ങൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ് ശ്രീല പ്രഭുപാദര്. മായാ ജവനികാശ്ചന്നം അജ്ഞാതോക്ഷജം അവ്യയം എന്ന് പറഞ്ഞു ആരെ? കുന്തി ദേവി പറഞ്ഞു അല്ലെ? അപ്പൊ മായയുടെ കർട്ടൻ കൊണ്ട് മൂടിയിട്ടിട്ടാണ് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു തന്നു. അപ്പൊ ആ കുന്തി ദേവിയുടെ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിൽ നമുക്ക് പറയാം, അപ്പം എന്താണോ നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെയും മായക്കിപ്പുറത്ത് നിന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്ന. നമ്മൾ ബുദ്ധി കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കും, അതൊന്നും സത്യമാകുകയില്ല. ഒരു വാക്കെങ്കിലും ഭഗവാൻ പറഞ്ഞു തന്നത് നമുക്ക് ശ്രവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതലൊന്നും കഴിയില്ല. അപ്പൊ എത്രയോ നമ്മുടെ ജീവിതം വളരെ ഇതായി തീരും എന്നുള്ളത്, വളരെ മഹത്തായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അതിനെന്താ പറയും? ആനുകൂലസ്യ സങ്കല്പ പ്രാതികൂലസ്യ വർമ്മനം എന്ന് പറയും അല്ലെ? പ്രാതികൂലസ്യ വർത്തിതം എന്ന് പറയും. അപ്പൊ നമ്മൾ നമ്മൾ മനസ്സിലാക്കി ആ ഒരു ഇവിടെ പറഞ്ഞേക്കുന്നേ, വന്ദേ നന്ദപ്രശ്രീണാം പാദരേണു അഭീഷ്ണശ യാസൻ ഹരിയതോദ്ഗീതം പുനാദിഭുവനത്രയം. നന്ദഗോപരുടെ ഗ്രാമത്തിലെ ആ സ്ത്രീകളെ പോലെ ആയി തീരാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമ്മള് ഇവിടെ ഭാഗവതത്തിൽ നമ്മള് കാണുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരണം. അതേപോലെ അങ്ങനെ വരുത്താനാണ് നമ്മൾ അതിന്റെ എന്താണ് ഏറ്റവും താഴത്തെ പടിയിലായി നമ്മൾ നിൽക്കുന്നത്. ആ താഴത്തെ പടിയിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരാൻ കഴിയുന്നവർക്ക് അതിൽ വിജയിക്കാൻ കഴിയുമെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം. വർജനം.
ഉം. ആനുകൂല പിന്നെ ഒരു കാര്യം കൂടെ മരണത്തില് മാതൃകയായിരിക്കുന്നത് പ്രഹ്ലാദ് മഹാരാജ് അല്ലേ? അതെ, മരണത്തിൽ മാതൃക എന്ന് പറഞ്ഞാൽ അതെന്താ പ്രഭു ഉദ്ദേശിച്ചത്? എന്താണ് പ്രഭുവിടെ? അതായത് നവവിധ ഭക്തിയില് ഓരോരുത്തർക്കും ഓരോ മാതൃക കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് അതില് സ്മരണത്തിൽ വന്നിരിക്കുന്നത് സ്മരണമാണോ ഉദ്ദേശിച്ചത് പ്രഭു? അതെ അതെ ഇത് എനിക്കത് മനസ്സിലായത് മരണം എന്നാണ് ഞാൻ കേട്ടത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല അല്ല സോറി അല്ല മാതാജി. കാരണം മാതാജി പറഞ്ഞത് ഗോപിക മാതാജി എന്നുള്ളത്, ഗോപികമാരെന്നുള്ളത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രഹ്ലാദ് മഹാരാജ്. ഗോപികമാരെന്ന് പറയുന്നത് നമുക്ക് എത്തപ്പെടാൻ നമ്മൾ അവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ നമ്മൾ ഓരോന്നും എന്താണ് ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, അതിൽ ഓരോന്നിനും ഓരോരുത്തരെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോരുത്തരെയും പറയുന്നത് പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ആ സ്ഥലത്ത് എത്താൻ കഴിയും. ഇതെന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തെ കാര്യങ്ങളാണ്. അങ്ങനെയും ഒരു ജീവിതം ഉണ്ട്, ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ അറിഞ്ഞുകൊണ്ടുള്ള ജീവിതം അങ്ങനെയും ഉണ്ടെന്നുള്ളതാണ് ഗോപികമാര്. പക്ഷെ നമ്മളൊക്കെ അവിടെ അതിന്റെ ഒരു പൊടി മണ്ണ് പോലും അല്ല ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ എത്രയായി, ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, നമ്മൾ വളരെ ഉയർന്ന ഭക്തരാണെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ശരിയല്ല. നമ്മൾ ഒന്നും ആയിട്ടില്ല. ഒരു പൊടിയുടെ സ്ഥാനം പോലും നമുക്ക് ആയിട്ടില്ല എവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് സംസ്മൃത്യ എന്നൊക്കെ പറയില്ലേ, നമ്മൾ അതൊക്കെ ഓർത്തോർത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവൃത്തികളെ കുറച്ചുകൂടി ഫലപ്രദമാക്കണം. നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. വിശോകോ ബ്രഹ്മസമ്പദ്ധ്യ സഞ്ചിന്നദ്വൈത സംശയഃ ലീന പ്രകൃതിനൈർഗുണ അലിംഗത്വാദസംഭവഃ. വിശോകോ ബ്രഹ്മസമ്പദ്ധ്യ സഞ്ചിന്നദ്വൈത സംശയഃ ലീന പ്രകൃതിനൈർഗുണ അലിംഗത്വാദ് അസംഭവഃ. വിശോകോ ബ്രഹ്മസമ്പദ്ധ്യ, വിശോകഃ ബ്രഹ്മസമ്പദ്ധ്യ സഞ്ചിന്ന സംശയഃ, സഞ്ചിന്ന അദ്വൈത സംശയഃ, സഞ്ചിന്നദ്വൈത സംശയഃ ലീന പ്രകൃതി നൈർഗുണ്യാത്, ലീന പ്രകൃതി നൈർഗുണ്യാത് അലിംഗത്വാത് അസംഭവഃ. ഇത്രയും വാക്കുകളാണ്. വിശോകോ എന്ന് പറയുമ്പോൾ ആ വിയോഗം ഉണ്ടായതിൽ നിന്നുള്ള ദുഃഖത്താൽ അർജുനൻ ഇപ്പൊ എന്ത് ചെയ്തു? ഭഗവാനിൽ നിന്ന് വിയോഗമായി, വിയോഗ ദുഃഖത്തിൽ നിന്നും മുക്തനായി. പക്ഷെ ഭഗവത്ഗീതയെ കുറിച്ച് ഓർത്ത് അദ്ദേഹം മുക്തനായി മാറി. ബ്രഹ്മസമ്പദ്ധ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ആത്മീയമായ സമ്പത്തുകളുടെ അനുഭവത്താൽ ബ്രഹ്മസമ്പദ്ധ്യ സഞ്ചിന്ന എന്ന് വെച്ചാൽ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു. പക്ഷെ ഇതുവരെയും അതിൽ മുഴുകിയിരിക്കാൻ അർജുനൻ അല്ലെ? നമുക്കും തോന്നി എത്ര സമയമായിട്ട് അർജുനൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അവിടെ സഞ്ചിന്ന അത് പൂർണ്ണമായിട്ടും ചിന്ന ഭിന്നമാക്കി. സംശയങ്ങളെല്ലാം ലീന മുഴുകുക എന്ന് മലയാളത്തിലുള്ള വാക്ക, ലീന മുഴുകുക. പ്രകൃതി എന്ന് പറയുമ്പോൾ ഇവിടെ ഭൗതിക പ്രകൃതി ഉദ്ദേശിക്കുക. നൈർഗുണ്യത്യാദ് എന്നുള്ളതാണ്. നൈർഗുണ്യാദ് എന്നേ ഉള്ളൂ. നൈർഗുണ്യാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മജ്ഞാനപരമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുക എന്ന് പറയും. നമ്മൾ പറയും അവന് എന്താണ്? അതീന്ദ്രിയാവസ്ഥയിലാണ് എന്ന് പറയില്ലേ? അതെ, ആത്മജ്ഞാനപരമായി. നൈർഗുണ്യാത് അലിംഗത്വാത് എന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരം ഇല്ലാത്ത ഒരവസ്ഥ, ഭൗതിക ശരീരം ഇല്ലാത്ത അവസ്ഥ. അസംഭവ എന്ന് പറഞ്ഞാൽ ജനിമൃതി ദോഷങ്ങളിൽ നിന്നും സ്വതന്ത്രമായി, ജനിമൃതി ദോഷങ്ങളിൽ നിന്നും സംഭവിക്കാൻ പറ്റാത്ത പ്രയാസമേറിയത്. അത് എന്താണ്? ഏറ്റവും ജനിമൃതി ദോഷങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അർജുനന്റെ ഓരോ കാര്യങ്ങൾ അർജുനന് സംഭവിച്ച കാര്യമാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ ട്രാൻസ്ലേഷന് ശ്രീല പ്രഭുപാദ് കീ ജയ്. അദ്ദേഹം ആത്മീയ സമ്പത്തുകൾ അനുഭവിക്കയാൽ ദ്വൈതത്തെ സംബന്ധിച്ച സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി, അതീന്ദ്രിയാവസ്ഥയിൽ നിവിഷ്ടനായി, ഭൗതിക വ്യവസ്ഥിതിയിൽ നിന്ന് സ്വതന്ത്രനാകയാൽ അദ്ദേഹം വീണ്ടും ജനിമൃതി ദോഷങ്ങളുടെ കെണിയിലായി തീരാനുള്ള യാതൊരു സാധ്യതയുമില്ല.
ഹരേ കൃഷ്ണ. നമ്മൾ ശ്ലോകം വായിച്ചില്ല, ഒരാളൊന്ന് വായിച്ചോളൂ 30ാമത്തെ ശ്ലോകം. കൃഷ്ണ. നമോ ഭഗവതേ ദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. വിശോകോ ബ്രഹ്മസമ്പത്യ സംചിന്നത്വൈത സംശയഃ ലീന പ്രകൃതി നൈർഗുണ്യാത് ലിംഗത്വാദ അസംഭവഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പൊ ഇവിടെ അലിംഗത്വാദ് അസംഭവഃ, അങ്ങനെ ഒരു ഇതിലൊന്നും യാതൊരു ചിന്തകളെ എല്ലാം മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കെ ദ്വൈതത്തെ സംബന്ധിച്ച സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ദ്വൈതം എന്ന് പറയുന്നത് നമ്മളും നമ്മുടെ ശരീരവും ഇല്ലേ, രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. ദ്വൈതത്തെ സംബന്ധിച്ച സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു. ഞാനും എൻ്റെ ശരീരവും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ അത് നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് കിട്ടാത്ത ഒരു കാര്യമാണ് എന്ത്? ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം. ഞാൻ ആരെന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ഞാൻ ആത്മാവാണെന്ന് പറയാൻ ആർക്കും കഴിയില്ല. എന്താണ് പറയുക? എൻ്റെ പേര് പറയും, അല്ലെ ഞാൻ ഇന്നാരുടെ മകനാണ് അല്ലെങ്കിൽ ഇന്നാരുടെ മകളാണ് എന്നൊക്കെ പറയും. അപ്പൊ അതെല്ലാം മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളും ഈ ശരീരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെടുക്കാൻ, അതിനുവേണ്ടിയാണ് 2nd ചാപ്റ്റർ നമുക്ക് ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു തന്നത്. അപ്പം ഭൗതിക ശരീരത്തെ ആത്മാവായി കരുതുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണ് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടാരേ ഭഗവാൻ കൃഷ്ണൻ. ആ ഓരോ ശ്ലോകങ്ങളിൽ കൂടിയും നമ്മൾ ആരും ചോദിച്ചാൽ നമ്മൾ ഇന്ന ആളെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഭൗതിക ശരീരത്തെയാണ്. അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് ഞാൻ പറയുമ്പം ഇപ്പൊ ഞാനങ്ങ് എൻ്റെ ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പിന്നെ ഞാനുണ്ടോ? അപ്പൊ അത് ആ ഞാനെന്ന് പറയുന്ന ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് നമുക്ക് ഭഗവത്ഗീതയിൽ കൂടി അറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്താണ് 9 നവവിധ ഭക്തിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നവവിധ ഭക്തിയിൽ ഓരോന്നിലും ആരൊക്കെയാണ് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്തതാണ് ക്ലാസ്സിൽ, അല്ലെ? അപ്പൊ നമ്മള് ശ്രവണം കൊണ്ടുള്ള മഹാത്മ്യം എന്താണ്? ആരാണ് ശ്രവണത്തിൽ ഏറ്റവും പ്രാധാന്യം നേടിയത്? ആരാണ് ശ്രവണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത്? ആരാണ്? അതുകൊണ്ട് മഹാരാജ്. അപ്പൊ ഓരോന്നും നമ്മൾ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് തന്നെ എത്ര ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും കുറച്ചു പേർക്കെങ്കിലും അത് ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പം പ്രഭു മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ആരും ഇങ്ങോട്ട് പറയാൻ വരുന്നേയില്ല. ശ്രവണം, കീർത്തനം കൊണ്ട് ആരാണ്? ക്ലാസ് എടുത്തൊക്കെ അങ്ങ് മറന്നുപോയി എല്ലാവരും. അപ്പൊ ഓരോന്നിനും ഓരോരുത്തരെ നമ്മൾ പറഞ്ഞിട്ട് അതെല്ലാം ഇപ്പൊ എത്രയോ കാലങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും എല്ലാം അങ്ങ് മറക്കുമെന്ന് പറയുന്ന പോലാണ് ഓരോ ദിവസവും. പക്ഷെ നമ്മൾ ആ ഒരു 9 കാര്യങ്ങൾ അതെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അത് ഒരിക്കലും അത് ചുമ്മാതിരിക്കുമ്പോഴെങ്കിലും അതൊന്ന് മറിച്ചു നോക്കൂ, നിങ്ങൾ എഴുതി വെച്ചേക്കുന്നതൊക്കെ. അപ്പൊ എന്താണ്? അത് നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലെങ്കിൽ അത് വെറുതെ ആയി. നിങ്ങൾ ഇത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്തതും അല്ലെങ്കിൽ ഇത്ര എഴുതി വെച്ചതും, എനിക്കറിയാം നിങ്ങൾ ഓരോന്നും എഴുതി വെച്ചിട്ട് എന്നോട് വീണ്ടും ഡൗട്ട് ചോദിച്ചിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നിങ്ങൾ അതൊക്കെ മറന്നുപോയി എന്നുള്ളതാണ്. ഇപ്പം അത് മറക്കാതെ നമ്മുടെ മനസ്സിൽ പിടിച്ചു നിർത്തണം. ഇപ്പൊ എന്തെങ്കിലും ഒരു ആൻസർ കിട്ടുന്നെങ്കിൽ ഇപ്പം പ്രഭു പറയുന്നതാണ്. അത് പ്രഭു അന്നൊന്നും ക്ലാസ്സിലുള്ള ആളുമല്ല. അപ്പൊ ബാക്കിയുള്ളവരാണ് ഇതെല്ലാം കേട്ടത്. പക്ഷെ അവരുടെ മനസ്സിൽ നിന്ന് ഒന്നും വരുന്നില്ല. അവരുടെ മനസ്സിൽ നിന്നല്ല വാക്കുകളിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം ഭൗതിക ശരീരത്തെ ആത്മാവായി കരുതുന്നത് വിഡ്ഢിത്തമാണെന്ന് ഇവിടെ പറഞ്ഞു. നമ്മൾ എപ്പോഴും പറയും എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ഗ്രാമം, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കുട്ടികൾ, എൻ്റെ ബുക്ക്, ഇതൊക്കെ നമ്മൾ എൻ്റെ പേന ഇങ്ങനെ പറയത്തുള്ളൂ. അപ്പം നമ്മൾ അത് ഉദ്ദേശിക്കുന്ന 100 കണക്കിന് ഇങ്ങനെയുള്ള ഭാവനകളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം ആത്മാവിന്റെ വിഭ്രമം കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം എല്ലാം ഭഗവത്ഗീതോപദേശങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോ ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ആത്മാവ് ഉൾപ്പെടെയുള്ള സർവ്വതും ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇതിന്റെ എല്ലാം ായിട്ടുള്ളത് എന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ വരും. ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ്? വാസുദേവ സർവമിതി
സ മഹാത്മാ സുദുർലഭ. അത് ഏറ്റവും പ്രയാസമേറിയ കാര്യമാണ്. അത്ര പക്ഷേ ഉണ്ട് എന്ന് പറഞ്ഞു. സുദുർലഭം, ദുർലഭമല്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം വസുദേവനാണ് ഇതെല്ലാം എന്നുള്ളത് മനസ്സിലാക്കുന്നവര് സുദുർലഭം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ മനസ്സിലാക്കുന്നവരില്ല എന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടില്ല, ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പരമാർത്ഥം ഗ്രഹിക്കുന്നതിലൂടെ ഒരുവൻ ആ ഭ്രമത്തിൽ നിന്നും മാറും. അപ്പം ഭഗവാനാണ് ഇതിന്റെ പിന്നിലുള്ളത്, സർവവും ഭഗവാന്റേതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് മാറും? നമ്മുടെ ഈ എന്താണ് ചഞ്ചല മനസ്സിൽ നിന്ന് നമ്മള് മാറിക്കിട്ടും. നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടായില്ല, അത് അല്പമെങ്കിലും നമ്മുടെ മനസ്സിലൊന്ന് കെട്ടിയിടാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്കതിന് കഴിയും. അതുപോലെ ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ ആവിഷ്കാരങ്ങളാണെന്നും അതുപോലെ അധികാരവും അധികാരിയും അഭിന്നങ്ങളാകുന്നു. ഭഗവാനാണ് ഏറ്റവും അധികാരമായിട്ടുള്ള ശക്തി ഭഗവാനാണ്. അതുപോലെ പിന്നെന്താണ് ശക്തിയും, പിന്നെന്താണ് ശക്തിമാനും ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ഇതിന് ദ്വൈത സങ്കല്പം മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്വൈതം, ഞാൻ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് ഇവിടെ വരുന്നു. അതുപോലെ ആത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും മനസ്സിലാക്കിയ ഭഗവാന്റെ 3 ഭാവങ്ങൾ എന്തൊക്കെയാണ്? അതാരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ സാക്ഷാത്കരിക്കുന്നത്? ഏത് ഭാവങ്ങളൊക്കെയാണ് ഭഗവാനിലുള്ളത്? ബ്രഹ്മം, ഭഗവാൻ, പരമാത്മാവ്. ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ. അപ്പൊ അങ്ങനെ ഈ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഇപ്പൊ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാനാണ് എന്നുള്ളത് 11-ാം അധ്യായം ഭഗവത്ഗീത നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് ഭഗവാനിലേക്ക് വന്നു ചേരുന്നത്? അർജുനൻ കാണുന്നത് എങ്ങനെയാണ്? അർജുനന് ബോധക്ഷയം ഉണ്ടാകുന്ന, അർജുനൻ ഇത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഭഗവാൻ ആരാണെന്നുള്ള കാണിച്ചു കൊടുത്തപ്പോ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് ഭഗവാൻ വിരാജിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഭാവത്തിലാണ് കാണിച്ചു. അതുപോലെ നമ്മുടെ ഉള്ളിൽ പരമാത്മാവായി ഭഗവാൻ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ആ ഒരു പൂർണ്ണമായ അറിവോടുകൂടി അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ദ്വൈതം എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് പരിപൂർണമായ ജ്ഞാനം, പരിപൂർണ്ണ ജ്ഞാനം ഉണ്ടെങ്കിലേ അത് പൂർണ്ണമായിട്ട് മാറും. പിന്നെ കുറച്ചെങ്കിലും ഒരറിവ് കിട്ടാൻ നമ്മള് അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ വെറുതെ വായിച്ചു വിട്ടുകൊണ്ടായില്ല. വായിച്ചു വിടുന്നതൊക്കെയും നമ്മൾ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നെങ്കിലും അല്പം ചിന്തിക്കാൻ കഴിയും. പിന്നെ അതുപോലെ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭൗതിക സങ്കല്പം, അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ രൂപം ഓർക്കും, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, നാമൻ, രൂപം, ഗുണം, ലീലകൾ, നിർദ്ദേശങ്ങൾ, അങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട സകലതിനോട് ഓർക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ മുന്നിൽ ഇന്നും സന്നിഹിതമാണ്. ഭാഗവത എവിടെ വായിച്ചാലും അത് വായിക്കേണ്ട രീതിയിൽ വായിക്കുന്നിടത്ത്, അല്ലാതെ ഭാഗവതം വെറുതെ വായിച്ചുകൊണ്ട് ഇതെല്ലാം മായയാണെന്നും പറഞ്ഞ് കളയുന്നിടത്തല്ല. ഭാഗവതം വായിക്കേണ്ട രീതിയിൽ വായിക്കുന്നിടത്ത് നമ്മൾ പോയാൽ നമുക്കിതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. ഭഗവാന്റെ രൂപത്തെ കുറിച്ച് ഓർക്കാം, നാമം, രൂപം, ലീലകളെ, ഗുണങ്ങളെ, നിർദ്ദേശങ്ങളെ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പം നമ്മളെ എപ്പോഴും എന്ത് ശ്രദ്ധിക്കുന്നു, എങ്ങനെ ശ്രദ്ധിക്കുന്നു, ആരിൽ നിന്ന് ശ്രദ്ധിക്കുന്നു, ഏത് രീതിയിൽ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മള് എപ്പോഴും ചിന്തിച്ച് വേണം നമ്മള് പെരുമാറാൻ എന്നുള്ളത്. ഒരു ഡൗട്ട് അല്ലെ, മറന്നുപോകും. ഭഗവാന്റെ ഭൗതിക സങ്കല്പം പ്രപഞ്ച സൃഷ്ടിയല്ലേ മാധവി? അതായത് അല്ല, മാധവി പറഞ്ഞ ഭൗതിക സങ്കല്പം അല്ല, ഞാനത് അതിലേക്ക് വരുന്നതേ ഉള്ളൂ പ്രഭുജി. അത് ഞാൻ പറഞ്ഞില്ല ഭൗതിക സങ്കല്പം. അത് ആത്മീയ സങ്കല്പം, ഭഗവാന്റെ ആത്മീയ സങ്കല്പമല്ലേ? ബാക്കിയല്ല ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകളെല്ലാം അത് ഭൗതികമാണെന്നാ മാധവി പറഞ്ഞത്. ഭൗതിക സങ്കല്പം, അല്ല, ഭൗതിക സങ്കല്പം എന്ന് പറയുന്നത് ഭഗവാൻ 11-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ? എല്ലാം ഈ കാണുന്ന 10-ാം അധ്യായത്തിലാണ്. 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്നതെല്ലാം ഞാനാണ്, ചന്ദ്രൻ, മറ്റേ ഓരോന്നിലും ഏറ്റവും വലുത് ഞാനാണെന്ന് പറഞ്ഞു, നല്ലത് ഞാനാണെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അത് ഭൗതിക സങ്കല്പത്തെ കാണിച്ചു തരികയാണ് നമുക്ക്. 10-ാം അധ്യായത്തിലാണ്. 10-ാം അധ്യായം. 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പ്രകടമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓരോന്നായിട്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ എന്താണ്, ഭഗവാൻ ആരാണെന്ന് ബുദ്ധി കുറഞ്ഞവന് മനസ്സിലാക്കി കൊടുക്കാനാണ് 11-ാം അധ്യായത്തിൽ
10-ാം അധ്യായം നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൗതിക സങ്കല്പത്തെ കുറിച്ച് അറിയുന്നത്. ഭൗതിക സങ്കല്പത്തെ തൽക്ഷണം സമൂലം നശിപ്പിച്ചു കളയാൻ ഇവിടെ കഴിയുന്നു. ആർക്ക് കഴിഞ്ഞു? ഇവിടെ അർജുനന് കഴിഞ്ഞു. അപ്പൊ ആ ഒരു 10ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ തന്റെ രൂപം, നാമം, ലീലകൾ, ഗുണങ്ങൾ, നിർദ്ദേശങ്ങൾ, അങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട സകലതിനോടൊപ്പം ഇപ്പോഴും ഭഗവാൻ സന്നിഹിതനാണെന്ന് അർജുനൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? അന്തര്യാമിയായി നിൽക്കുന്ന ഭഗവാനെ കുറിച്ചും അതുപോലെ ഭഗവാന്റെ എല്ലാ പ്രകടമായത് എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചും മനസ്സിലാക്കുകയല്ല, അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അദ്ദേഹം മനസ്സിലാക്കാത്ത ഒരു വ്യക്തി അല്ല, അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അതിനെ ഓർത്തെടുക്കാൻ അർജുനന് കഴിഞ്ഞു എന്ന് പറയുന്നു. പിന്നെ വ്യത്യസ്തമായ അഭിന്ന ശക്തികളിൽ അതീന്ദ്രിയമായി സന്നിഹിതനാണെന്ന് മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നെ കാലദേശങ്ങൾക്ക് അധീനമായി മറ്റൊരു ശരീരത്തിൽ ഭഗവത് സംസർഗം പ്രാപ്തമാകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നും ഇവിടെ പറയുന്നു. പിന്നെ എന്തൊക്കെ ചെയ്യണം? ഭഗവത് ശ്രവണം വേണം, സ്മരണം, ജപം, ആരാധന എന്നിവയിലൂടെ സദാ ഭഗവത് സംസർഗത്തിൽ വർദ്ധിക്കുവാനും കഴിഞ്ഞു. നമ്മൾ ഭഗവത്ഗീത എടുക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല രസമായിട്ട് 10-ാം അധ്യായം 11-ാം അധ്യായം ഒക്കെ വായിച്ചു വിടാൻ തോന്നും, അല്ലെ? വായിച്ചു വിടുമ്പോൾ അവിടെ എന്താണ്? ഒന്ന് ഭൗതിക സങ്കല്പത്തിൽ നിൽക്കുന്നെങ്കിൽ ഒന്ന് എന്താണ്? ആത്മീയമായിട്ടുള്ള കാര്യം പറഞ്ഞ് ഭഗവാന്റെ അന്തരംഗ ശക്തി ഉപയോഗിച്ച് എന്തൊക്കെയാണ് ഭഗവാൻ ഇവിടെ കാണിച്ചു കൊടുത്തത്. അതാണ് യഥാർത്ഥത്തിൽ 11-ാം അധ്യായം പറയുന്നത്. അതാണ് ഭഗവാന്റെ അന്തരംഗ ശക്തിയാൽ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി സാധാരണ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രൂപമാണോ ഭഗവാനുള്ളത്? അങ്ങനെ അല്ല. പക്ഷെ നമ്മുടെ ഈ ചെറിയ ബുദ്ധിക്ക് മനസ്സിലാകേണ്ട രീതിയിൽ അത് പറഞ്ഞു തരാൻ കഴിഞ്ഞു, കാണിച്ചു തരാൻ. അത് അർജുനന് കാണിച്ചു കൊടുത്തത് നമ്മൾ നമ്മുടെ മനസ്സിൽ കൂടി ബുദ്ധിയിൽ കൂടി കാണുന്നു എന്നുള്ളതാണ് നമ്മളവിടെ അറിയേണ്ടത്. പിന്നെ നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ ദർശിക്കാൻ എന്ന് വെച്ചാൽ ഭഗവാനെ ദർശിക്കണമെന്നുണ്ടെങ്കിലും ഭഗവത് സാന്നിധ്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിലും ഭഗവാന്റെ ദിവ്യനാമജപം, നമ്മൾ 11ഉം 12ഉം ഒക്കെ അധ്യായം ഞാൻ ഇവിടെ പറഞ്ഞെങ്കിലും അതിലൊക്കെ പ്രധാനമായിട്ടുള്ളത് എന്താണ്? ദിവ്യനാമജപമാണ് അതിലും പ്രധാനമായിട്ടുള്ളത്. ദിവ്യനാമജപത്തിൽ കൂടി പോകണം. അത് മുഖേന നമുക്ക് എന്തുകൊണ്ട് ഗുണമുണ്ടാകുന്നു? നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന എന്താണ്? ചേതോദർപ്പണമാത്തനം മഹാദാവഗ്നി നിർവാപണം, അല്ലെ? അപ്പൊ അങ്ങനെ ആ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കിനെ കണ്ണാടിയിൽ എന്താണ്? പൊടിപടലങ്ങൾ പറ്റി പിടിച്ചാൽ നമുക്ക് നമ്മുടെ മുഖം ശരിക്ക് കാണാൻ കഴിയുകയില്ല എന്നതുപോലെ അത് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവത്ഗീതയിലുണ്ടല്ലോ 3-ാം അധ്യായത്തില്. അപ്പൊ അങ്ങനെ കാണാൻ കഴിയാത്തതുപോലെ ഇവിടെയും നമ്മുടെ മനസ്സിൽ ഈ പൊടിപടലം പിടിച്ചിരിക്കുന്നു. എന്താണ് ഈ പൊടിപടലം? നമ്മുടെ പാപകർമ്മ ഫലങ്ങൾ. ഒരു വശത്തൂടെ നമ്മുടെ അത്യാഗ്രഹം, അല്ലേ? നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല, നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ചിന്തകൾ മുഴുവനും നമ്മളെ ഇതെല്ലാം നമ്മളെ ഇതാക്കി മാറ്റുന്നു. അതുകൊണ്ടൊക്കെ അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് നാമജപം. അപ്പൊ നമ്മള് ഭഗവത്ഗീത ഒരു ഭാഗത്തുകൂടി ഭഗവത്ഗീത മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കുള്ള നാമജപത്തിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുക. ശ്രദ്ധിച്ച വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കുള്ള നാമജപത്തിലേക്ക് പോകാനെന്ന് നമുക്കറിയാം. പക്ഷെ അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ ഭൗതിക മാലിന്യങ്ങളുടെ എല്ലാം സ്വതന്ത്രമാകാനും കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് ഭഗവത് കഥാശ്രവണം ഒരു ഭാഗത്തൂടെ, പിന്നെ സ്മരണം, ജപം, ആരാധന ഇതെല്ലാം ഒരു ഭാഗത്തുകൂടി വേണം. പിന്നെ നാമജപം പരിപൂർണനായ ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. അപ്പൊ അതുപോലെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ചേതോദർപ്പണമാർത്തനം മഹാദാവാഗ്നി. അത്രമാത്രം കൊടുങ്കാട്ടിൽ പിടിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരം മുഴുവനും, നമ്മുടെ ശരീരമല്ല നമ്മുടെ മനസ്സ് മുഴുവനും എന്താണ്? ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാൽ, അനാവശ്യമായ ആഗ്രഹങ്ങൾ ഒരു വശത്തൂടെ, ആവശ്യമായ ആഗ്രഹങ്ങൾ ഇതെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ മാറ്റി അനാവശ്യമായ ആഗ്രഹങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള മാർഗം ശരിക്കുള്ള നാമജപമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മളാണോ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ജന്മാന്തരങ്ങളായി കൊണ്ടുവന്നിരിക്കുന്ന എന്താണ്? നമ്മുടെ ആ ആഗ്രഹങ്ങൾ വെച്ചുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളല്ല ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്നത്? ഭൗതിക പ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പറയും, അല്ലെ? സത്വരജ
പഠിച്ചിട്ടുണ്ട്. അത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അത് പ്രഭു ഒഴിച്ച് ബാക്കി ആരെങ്കിലും പറയാം? വേറെ ആർക്കെങ്കിലും പറയാമോ? ഈ സത്വരജ തമോ ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത്, നമ്മളല്ല ഇത്. അപ്പൊ അത് ആരാ? അപ്പൊ പ്രഭു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. എല്ലാത്തിന്റെയും കാരണം ആഗ്രഹങ്ങളും കർമ്മഫലങ്ങളും തന്നെ. അതിനാൽ ആർജിച്ചിരിക്കുന്ന ത്രിഗുണങ്ങൾ, അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ശരീരത്തിൽ ആ ത്രിഗുണങ്ങൾ ആർജിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കർമ്മഫലങ്ങൾക്ക് അനുസൃതമായിട്ട് ത്രിഗുണങ്ങൾ കിട്ടിയിരിക്കുന്നത്, അതനുസരിച്ചുള്ള ബോഡിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള നമ്മൾ ഏത് ബോഡിയിൽ ജനിക്കുന്നു അതനുസരിച്ചുള്ള കർമ്മങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിയന്ത്രിക്കുന്നത് ത്രിഗുണങ്ങളായിരിക്കും. ഹരേ കൃഷ്ണ. നമ്മള് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഇതും കൊണ്ടാണ് വന്നത്. നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ നമ്മുടെ കർമ്മഫലങ്ങൾ അനുസരിച്ചാണ്. ആ കർമ്മഫലം അനുസരിച്ചാണ് ഇപ്പൊ പ്രഭു പറഞ്ഞതുപോലെ നമുക്ക് എഴുത്തും കിട്ടുന്നത്. സത്വഗുണം കൂടിയിരിക്കുന്നോ, രജോ ഗുണം കൂടിയിരിക്കുന്നോ, അതോ തമോ ഗുണമാണോ കൂടിയിരിക്കുന്നത്? ഇതൊക്കെ അങ്ങനെയുള്ള ഒരു ശരീരത്തിലേക്ക് നമ്മൾ വന്നു പെടുന്നത്, അങ്ങനെ ഒരു മനസ്സ് നമുക്ക് കിട്ടുന്നത്, ചിത്തം നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്തു പോയ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ചാണ്. അന്ന് നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളാണ്, അന്ന് ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ ഈ മനസ്സും ബുദ്ധിയും എല്ലാം. അങ്ങനെ നമുക്ക് മിഥ്യാധാരണ ഉണ്ടാകുന്നു. അങ്ങനെ ജീവിതത്തെ അത് മനസ്സിലാക്കി പരിപൂർണ ജ്ഞാനത്തിലെത്താൻ നമ്മൾ ശ്രമിക്കാം. പക്ഷെ പരിപൂർണ ജ്ഞാനത്തിലെത്താൻ ആർക്കും സാധാരണ സാധ്യമല്ല. എന്നിരുന്നാൽ തന്നെയും ആ ജ്ഞാനത്തിനപ്പുറം നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നാമജപത്തെ പരിശുദ്ധമാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജ്ഞാനം കൊണ്ട് മാത്രമായില്ല. അപ്പം എന്താണ്, ബുദ്ധിസത്തമനായ ഉദ്ധവരെ പോലും ഭഗവാൻ എന്തിനാണ് വൃന്ദാവനത്തിലേക്ക് അയച്ചത്? ഉത്തമോ ബുദ്ധിസത്തമാണ്. ഭഗവാനെ മനസ്സിലാക്കിയത് അതുപോലെ ആരുമില്ല. അത്രമാത്രം ഭഗവാൻ തന്നെയാണ് ബുദ്ധൻ വേണമെങ്കിൽ പറയാം. ആരെ? ഉദ്ധവൻ. ആ ഉദ്ധവരെ എന്തിനെ അദ്ദേഹം പറഞ്ഞ് വൃന്ദാവനത്തിലേക്ക് വിട്ടു. അവിടെ അദ്ദേഹം 2-3 മാസം താമസിച്ചിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു. അവരിൽ നിന്ന് പലതും പഠിച്ചെടുത്തു. അവസാനം ഒരു ലതയായിട്ട് അവിടെ ജീവിക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ എന്താണ് എന്താ വെച്ചാൽ ബൃഹസ്പതിയുടെ ഏറ്റവും വലിയ ശിഷ്യനാണ് ഉദ്ധവരൻ. അതിനപ്പുറത്ത് ആരുമില്ല. അത്രമാത്രം ജ്ഞാനത്തിന്റെ കോവിലമാണ് അദ്ദേഹം. ജ്ഞാനം തന്നെയാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ജ്ഞാനം നിറച്ചിരിക്കുന്ന ആളിനെ ഭഗവാന് തോന്നി അത് പോരാ, പിന്നെ എന്തുകൂടി വേണം? ഭക്തി കൂടി വേണം എന്ന് തോന്നി. അങ്ങനെ ആ ഭക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. എവിടേക്ക് പറഞ്ഞു വിട്ടു? വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പൊ നമ്മളെ ജ്ഞാനം ഒരു ഭാഗത്ത് വേണം. ജ്ഞാനമില്ലാതെ ഒന്നും അറിയാൻ കഴിയില്ല. ജ്ഞാനം വേണമെങ്കിലും അതിനപ്പുറത്താണ് ഭക്തി. ആ ഭക്തിയോടുകൂടി നമ്മള് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ സത്വരജ തമോ ഗുണങ്ങൾക്ക് അതീതമായി കിട്ടിയിരിക്കുന്ന നമ്മുടെ ഈ ശരീരം അതെങ്ങനെ കിട്ടിയെന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ആ കാര്യം പ്രഭുവിനെ കൊണ്ട് പറയിപ്പിച്ചത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മളല്ല ജോലി ചെയ്യുന്നത്, സത്വരജ തമോ ഗുണങ്ങളാണെന്ന് പറയുന്നത് പലയിടത്തും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഭാഗവതത്തില്, അല്ലേ? അത് അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഭഗവത്കൃപയാൽ ശുദ്ധഭക്തൻ എന്ത് ചെയ്യണം? തൽക്ഷണം നിരപേക്ഷവും പരിപൂർണവും പരവുമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. അങ്ങനെ ഭക്തൻ വീണ്ടും ജീവിതത്തിൽ ഭൗതികമായി അകപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ നിർദ്ദിഷ്ട ധർമ്മശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ അതറിയാൻ കഴിയും? ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുക. അതിനാണ് നമുക്ക് ഈ ഓരോ ഗുരുക്കന്മാര് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ എല്ലാ സാഹചര്യത്തിലും ഭഗവത് സാന്നിധ്യം അനുഭവിച്ചറിയാൻ നമുക്ക് കഴിവില്ലാത്തതായി തീരും. നമുക്ക് എപ്പോഴും ഭഗവത് സാന്നിധ്യം ഒന്നും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയില്ല. ചിലർക്ക് കഴിഞ്ഞിരിക്കും. ചിലർ പറയും ഞാനിട്ട് ഭഗവാൻ ഇത് തന്നു അത് തന്നു എന്നൊക്കെ പറയും. അത് മനസ്സിന്റെ വിഭ്രമമാണോ, അതോ ഭഗവാൻ യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് പറഞ്ഞു തന്നതാണോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മുടെ ഭക്തിയിൽ കൂടി മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെ ഭക്തി വേണം, ജ്ഞാനം വേണ്ട എന്നാരും പറയുന്നില്ല. അതുപോലെ ഭക്തിയും ഏറ്റവും അത്യാവശ്യമാണ്. ഭഗവത്ഗീതോപദേശങ്ങൾ ശ്രദ്ധിക്കുക, നാമജപത്തെ പരിപൂർണമാക്കുക. നമ്മൾ ഈ 11-ാം അധ്യായത്തിനും 12-ാം അധ്യായത്തിനും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണല്ലോ, അതാണ് ഭഗവാൻ, ഇതാണ് ഭഗവാൻ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മള് എന്താണ് ആ ഒരു ഭൗതികമായ സങ്കല്പത്തെക്കുറിച്ചും ആത്മീയമായ സങ്കല്പത്തെക്കുറിച്ചും ഒന്നും നമുക്ക് അവിടെ ചിന്തിക്കേണ്ട. എന്തേ? യഥാർത്ഥത്തിലുള്ള നാമജപം നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഭക്തി നമ്മളിലുണ്ടെങ്കിൽ ഈ ഭൗതിക സങ്കല്പത്തെ കുറിച്ചൊക്കെ മാറ്റി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. നാമദേവത്തിൽ കൂടി നമുക്ക് തരും ഭഗവാൻ.
ദർപ്പണം നമ്മളിലുള്ള മനസ്സിനെ നല്ല കണ്ണാടിയാക്കി നമുക്ക് കയ്യിൽ തരും ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാൻ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്താണ് വിശ്വക അഥവാ സർവ്വവിധ ഉത്കണ്ഠകളിൽ നിന്നും മനസ്താപങ്ങളിൽ നിന്നും സ്വതന്ത്രമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. വലിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്ലോകമാണിത്. വിശോകനായി നമുക്ക് എങ്ങനെ തീരാൻ കഴിയും എന്നുള്ളത് ഇവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. വിശോകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠയിൽ നിന്നും മനസ്താപങ്ങളിലും സ്വതന്ത്രമായ അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരാൻ. ഹരേ കൃഷ്ണ. സമയം പോയി. ഹരേ